ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ റെപ്ലിക്ക എക്സോസ്റ്റിൽ നിന്ന് സ്റ്റോക്ക് എക്സോസ്റ്റിലോട്ട് വീണ്ടും ചേഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മാസമായിട്ട് നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതൊരു സ്ലിപ്പ് ഓൺ എക്സോസ്റ്റാണ്. നമ്മൾ ബെൻഡ് പൈപ്പ് ഇതിനുവേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്തു, എക്സോസ്റ്റിൽ ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ അതിൽ നിന്നൊരു ക്ലാമ്പ് നമ്മുടെ ഫുട് റെസ്റ്റിലോട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ എക്സോസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്തത്. അപ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു ഉപയോഗം ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് ടൈമിലേക്ക് എനിക്ക് അധികം സൗണ്ടൊക്കെ വെച്ച് ബൈക്ക് ഓടിക്കാൻ വലിയ താല്പര്യമില്ല. ഇതിന് ഒരു ഡയറക്റ്റ് പൈപ്പ് പോലെ അത്ര സൗണ്ടില്ല. പക്ഷേ എന്നാലും BS4 ബൈക്കുമായിട്ട് BS4 RC 390 ഡ്യൂക്ക് 390 കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് എക്സോസ്റ്റ് ടോൺ ഡിഫറൻ്റ് ആണ്. കുറച്ച് ലൗഡായിട്ടുള്ള ഒരു എക്സോസ്റ്റ് ഫീലാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ച് ടോൺഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു സ്വീറ്റായിട്ടുള്ള ഒരു നോയ്സാണ് BS4 ഡ്യൂക്ക് 390 RC 390 ബൈക്കുകൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത്രയ്ക്ക് ഒരു രസമൊന്നുമില്ല. ഈ ഒരു BS6-ൽ നമ്മൾ ഈ ഒരു സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ലോങ് ക്യാൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് കിട്ടിയേനെമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഭാവിയിൽ മേ ബി അത് നമുക്ക് ചെയ്യാമെന്നൊരു പ്ലാനും ഉണ്ട്. സോ തൽക്കാലത്തേക്ക് ഈ ഒരു ലൗഡ് എക്സോസ്റ്റിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ്, വീണ്ടും സ്റ്റോക്കിലോട്ട് മാറ്റുകയാണ്. പിന്നെ ഒരു മോഡിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾ 390-ൽ എന്ത് കൂടുതലായിട്ട് നേടുമെന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് റിഡക്ഷനാണ് സംഭവിക്കുന്നത്. സ്റ്റോക്ക് എക്സോസ്റ്റിൽ നിന്ന് വളരെ ലൈറ്റായിട്ടുള്ളൊരു എക്സോസ്റ്റ് സിസ്റ്റമാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ലിപ്പ് ഓൺ. ഇപ്പോൾ ബെൻഡ് പൈപ്പും അല്ലെങ്കിൽ എക്സോസ്റ്റും അതിൻ്റെ ക്ലാമ്പും കൂടെ വളരെ ഫ്യൂ കിലോ മാത്രമേ ഉള്ളൂ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ലീക്കാണിത്, കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാഴ്ചയിൽ. സോ എൻ്റെ ഒരു വ്യൂവിലാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്ത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എക്സോസ്റ്റ് നോട്ട് കുറച്ചുകൂടെ കൂടുതലാണ് ചില ത്രോട്ടിൽ. ഒരു സമയത്തും അല്ല. ലോയിൽ അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇച്ചിരി നമ്മൾ റവ് ചെയ്ത് ഓടിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തിരി ഒരു നോയ്സി ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴുള്ള റോഡിലും സ്ഥലങ്ങളിലൊന്നും ഇത്രയും എക്സോസ്റ്റ് നോയ്സ് വെച്ച് ഓടിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ സ്റ്റോക്ക് എക്സോസ്റ്റിലോട്ട് പോകുന്നത്. സോ അപ്പം വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ് മെയിനായിട്ട് ഒരു ഗുണം ഇതിൽ. അല്ലാതെ പ്രത്യേകിച്ച് പവർ ഗെയിനുകളോ മറ്റ് കൂടുതലായിട്ട് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഈ എക്സോസ്റ്റ് നൽകുന്നില്ല. പിന്നെ ഒരു റെപ്ലിക്ക എക്സോസ്റ്റ് ഫിക്സ് ചെയ്ത് അതിലും ആ എക്സോസ്റ്റിനേക്കാളും കൂടിയ ഒരു ഫൈൻ വാങ്ങിക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് വീണ്ടും സ്റ്റോക്കിലോട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ എക്സോസ്റ്റ് റിമൂവ് ചെയ്തു. ഒട്ടും വെയിറ്റില്ല, ഇത്രയും വെയിറ്റേ ഉള്ളൂ. വളരെ കുറഞ്ഞൊരു വെയിറ്റാണത്. അപ്പോൾ പുതിയ എക്സോസ്റ്റ് വെക്കുമ്പോൾ നമ്മൾ പഴയ ഒരു ഗ്യാസ്കറ്റ് ഉണ്ടായിരുന്നു എക്സോസ്റ്റിൻ്റെ ഇവിടെ, അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റിലോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഡിലേ ആയിപ്പോയത്. സത്യം പറഞ്ഞാൽ ഈ രണ്ട് എക്സോസ്റ്റും ഏകദേശം ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് കാഴ്ചയിൽ. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് കുറച്ച് വലുപ്പം ഉണ്ടെന്നൊഴികെ ഏകദേശം ഒരു താരതമ്യമൊക്കെ ഉണ്ട് ഈ തമ്മിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്യാസ്കറ്റ്. നമ്മുടെ KTM ഷോറൂമിൽ തന്നെ നമുക്കിത് അവൈലബിൾ ആകും. ഓൺലൈൻ മാർക്കറ്റിലും മൈസ്പെയർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇത് കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ KTMൻ്റെ ഷോറൂമിൽ തന്നെ ഇത് ഓർഡർ ചെയ്ത് 73 രൂപ എന്തോ ആയിരുന്നു ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട്. അപ്പോൾ ഈ ഒരു വശമെല്ലാം പൂർണ്ണമായിട്ടും ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് ഫിക്സ് ചെയ്യുക. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് ക്ലാമ്പാണ്. ഇതിൻ്റെ ഈ ബോൾട്ട് ഇതിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നോൺ ജെന്യുവിൻ പൈപ്പിലേക്ക് ഫിക്സ് ചെയ്തപ്പോൾ കൂടുതലായിട്ട് ഇതിൽ ടൈറ്റായി സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഈ ബോൾട്ട് ഇതിൽ ഒരു ത്രെഡ് പോയ അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. ഒന്നുകിൽ ഈ ബോൾട്ട് സെൻറ്ററിൽ നിന്ന് ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം പുതിയ ബോൾട്ട് ഇട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഡിലേ വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഓൾറെഡി ഒരു സ്പെയറായിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 148 രൂപയാണ് പ്രൈസ്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാം എക്സോസ്റ്റിൽ. ഫൈനലി എക്സോസ്റ്റ് നമ്മൾ തിരിച്ചു പിടിപ്പിച്ചു. സോ ഈ ക്ലാമ്പ് നമ്മളിവിടെ തിരിച്ച് കണക്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ തിരിച്ചു പിടിപ്പിക്കുമ്പോൾ ചെറിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ ഈ ഒരു എക്സോസ്റ്റിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് കയറണം. അപ്പോൾ ഇവിടുത്തെ ഗ്യാസ്കറ്റ് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് ഇത് തള്ളി കയറ്റുമ്പോൾ. അപ്പോൾ ഈ ഒരു ഔട്ടർ പോർഷൻ കുറച്ച് പുറത്തോട്ട് തള്ളി കൊടുത്തിട്ട് എന്തെങ്കിലും വെച്ച് മെറ്റൽ വെച്ച് വല്ലതും തട്ടിയിട്ട് വലുപ്പം കൂട്ടിയിട്ട് മാത്രം ഫിക്സ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാസ്കറ്റ് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റാണ്. തിരിച്ച് ഇത് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുക, 100% ടൈറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ എക്സോസ്റ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്.
സോ താഴത്തെയും മുകളത്തെയും ക്ലാമ്പിൻ്റെ ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ഇത് ലോങ് ടൈമിലേക്ക് നമ്മൾ ഈ ക്ലാമ്പൊക്കെ മാറ്റി വേറെ പൈപ്പിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ക്ലാമ്പൂടെ വാങ്ങിയിട്ട് അത്യാവശ്യ ജോലിയിലേക്ക് കിടക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ സംഭവിച്ചുകൊണ്ട് സ്റ്റക്കായി പോയിട്ട് ആ ക്ലാമ്പ് അല്ലെങ്കിൽ ബോൾട്ടൊക്കെ ഡാമേജ് ആകാൻ ആ ക്ലാമ്പ് റീയൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും. നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു കട്ടറോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബോൾട്ട് കട്ട് ചെയ്തിട്ട് പുതിയ ബോൾട്ട് ഇട്ടാൽ മതി. മറ്റ് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സമയത്ത് നമുക്ക് ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡിലേ ആകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഗ്യാസ്കറ്റും ക്ലാമ്പും പുതിയതായിട്ട് തന്നെ വാങ്ങിച്ച് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വീണ്ടും സ്റ്റോക്ക് എക്സോസിലോട്ട് മാറി, വളരെ സൈലൻ്റായ ബൈക്ക്. അപ്പോൾ നമുക്ക് എവിടെയും ധൈര്യത്തോടെ ഇനിയും ബൈക്ക് കൊണ്ടുപോകാം. പോലീസിനെ മറ്റ് കാര്യങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. സോ വളരെ സൈലൻ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വീഡിയോയിലുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം വീണ്ടും കാണാം. അതുവരെ സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.